പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള സെൽഫി അമേരിക്കയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചതിന് പിന്നാലെ ട്രംപിനെ ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി പ്രസിഡന്റ് ട്രംപുമായി വളരെ ഊഷ്മളവും ആകർഷകവുമായ സംഭാഷണം നടത്തിയെന്ന് പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി ബന്ധങ്ങളിലെ പുരോഗതി ഞങ്ങൾ അവലോകനം ചെയ്യുകയും പ്രാദേശിക അന്തർദേശീയ വികസനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തുവെന്നും ആഗോള സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്കായി ഇന്ത്യയും യുഎസും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും മോദി പറഞ്ഞു. വ്യാപാരം, നിർണായക സാങ്കേതിക വിദ്യ, ഊർജം, പ്രതിരോധം, സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതും സംഭാഷണത്തിൽ ചർച്ചയായെന്നതാണ് വിവരം. റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം വിപുലമാക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നാലെ അത് അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കുന്നതിലേക്ക് നയിക്കുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പുടിനും മോദിയും ഒരുമിച്ചുള്ള സെൽഫി പുറത്തു വന്നതിന് പിന്നാലെ ഡെമോക്രാറ്റ് പാർട്ടിയിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ഇന്ത്യൻ അമേരിക്ക ബന്ധം വഷളാകുന്നുവെന്ന് ട്രംപാണ് അതിന് കാരണക്കാരൻ എന്നുള്ള വിമർശനത്തിനിടയിലാണ് മോദിയും ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണം നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള സെൽഫി അമേരിക്കയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചതിന് പിന്നാലെയാണ് ട്രംപിനെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി പ്രസിഡന്റ് പുടിനുമായി വളരെ ഊഷ്മളവും ആകർഷകവുമായ സംഭാഷണം നടത്തിയെന്നതാണ് പ്രധാനമന്ത്രി തന്റെ എക്സ് പേജിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഉഭയകക്ഷി ബന്ധങ്ങളിലെ പുരോഗതി ഞങ്ങൾ അവലോകനം ചെയ്തു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാദേശിക അന്തർദേശീയ വികസനങ്ങൾ ചർച്ച ചെയ്തുവെന്നും ആഗോള സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്കായി ഇന്ത്യയും യുഎസും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും മോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. വ്യാപാരം, നിർണായക സാങ്കേതിക വിദ്യകൾ, ഊർജം, പ്രതിരോധം, സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനും സംഭാഷണത്തിൽ ഇത് ചർച്ച ചെയ്തുവെന്നതാണ് മോദി ഇപ്പോൾ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം വിപുലമാക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നാലെ അത് അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കുന്നതിലേക്ക് നയിക്കുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പുടിനും മോദിയും ഒരുമിച്ചുള്ള സെൽഫി പുറത്തു വന്നതിന് പിന്നാലെ ഡെമോക്രാറ്റ് പാർട്ടിയിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്നുവെന്നും ട്രംപ് അതിന് കാരണക്കാരൻ എന്നുമുള്ള വിമർശനത്തിനിടയിലാണ് മോദിയും ട്രംപും ഇപ്പോൾ ഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച ലോക്സഭയിൽ ഉന്നയിച്ച കോൺഗ്രസ് എംപിമാർ ഹൈബി ഈഡനും കെ.സി. വേണുഗോപാലുമാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. CPM നേതാക്കൾ ഉൾപ്പെട്ട കവർച്ചയാണെന്നും ഇത് മുക്കാൻ BJP CPM കൂട്ടുകെട്ടുണ്ടെന്നും ഹൈബി ഈഡൻ ആരോപിച്ചു. ശ്രീകോവിലിലെ ഭാഗങ്ങൾ മോഷ്ടിച്ചുവെന്നും വിശ്വാസത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്നും കെ.സി. വേണുഗോപാൽ എംപിയും പറഞ്ഞു. അയ്യപ്പന്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള ധ്വജവും അതുപോലെ തന്നെ കെട്ടിളപ്പാളയും എല്ലാ സ്വർണവും ചെമ്പാക്കി മാറ്റി മോഷ്ടിച്ചിരിക്കുന്നത്. സർ, ഇത് വൻ കൊള്ളയാണ് സർ. കൊള്ള മാത്രമല്ല സർ, ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമാണ് സർ. ഇപ്പോഴും പല പ്രതികളും മറക്ക് പുറത്താണ് സർ. ഇപ്പോഴും പല പ്രതികളും ഇനിയും പ്രത്യക്ഷപ്പെടാനുണ്ട് സർ. സംസ്ഥാന സർക്കാർ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നുള്ള പ്രതീതിയുണ്ട്. ഹൈക്കോടതി അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണ വിവരം നടക്കുന്നത്. ഞങ്ങൾ ഹൈക്കോടതിയെ സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ ഹൈക്കോടതി നിയമിച്ച SITയെ നിയന്ത്രിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർ, കോർട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസി അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് ഈ സ്വർണം തിരിച്ചെടുക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം സർ. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീലിന് പോകുന്നതിന് നല്ല കാര്യമാണെന്ന് നടൻ ടൊവിനോ തോമസ് പറഞ്ഞു. കേസിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ തനിക്കറിയില്ല. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. എല്ലാവരും വോട്ട് ചെയ്യണം, നമ്മുടെ അവകാശം മാത്രമല്ല കടമയും കൂടെ. സർക്കാർ അപ്പീലിൽ പോകാനാണ് പറഞ്ഞത്. നല്ല കാര്യം. അതായത് ഞാനെന്താ പറയാ, നമുക്കിതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അത്രയും പോലും ചിലപ്പോൾ എനിക്കിതിനെ അറിയില്ലായിരിക്കും. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. നമ്മളിതിൻ്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് അതിൽ കണ്ടിട്ടില്ല. കോടതി വിധിയെ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ആര് ചെയ്തിട്ടുള്ളൂ അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണവശാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉപ്പും മൂലം മുറിച്ചിട്ട് കാണിക്കും. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എഴുത്തുകാരൻ എം.എൻ. കാരശ്ശേരി. ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. UDF ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് വെൽഫെയർ UDF സഖ്യം. അതിന്റെ തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കുമെന്നും എം.എൻ. കാരശ്ശേരി പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിലെ ചോനാട് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു എം.എൻ. കാരശ്ശേരി. ഇത്തവണ UDF കാണിച്ച ഒരു അബദ്ധമാണ് വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധം. അവർ പറയുന്നത് ഞങ്ങൾ സഖ്യം ഒന്നും ഇല്ല, നീക്കുപോക്ക് മാത്രമേ ഉള്ളൂ എന്നാ. അതിനർത്ഥം നിക്കാഹ് കഴിച്ചിട്ടില്ല, സംബന്ധമാണെന്ന കാര്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് ഈ ഇലക്ഷനിലും തൊട്ടടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ UDFന് അതിന്റെ തിരിച്ചടി കിട്ടാൻ പോവാണ്. നിങ്ങൾ ഹിന്ദു രാഷ്ട്രവാദികളെ എതിർക്കുന്ന പോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രവാദികളെ എതിർക്കണം. മതേതരത്വത്തിലോ ദേശീയതയിലോ ജനാധിപത്യത്തിലോ വിശ്വാസമില്ലാത്ത കൂട്ടരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. അവര് വിശ്വാസമുണ്ട് എന്ന് ഇപ്പൊ പറയുന്നത് തീർച്ചയായിട്ടും കാപട്യമാണ്. അവരുടെ മുഖം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മ്യാൻമറിലും ശ്രീലങ്കയിലൊക്കെ ഇത് വെളിപ്പെട്ടതാണ്. മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ദേശീയതയ്ക്കുമെതിരായിട്ടുള്ള സിദ്ധാന്തം ഉണ്ടാക്കിയ ഇസ്ലാമിക രാഷ്ട്രവാദിയാണ് അബുൽ അല മൗദൂദി. അദ്ദേഹമാണ് അവരുടെ സ്ഥാപകൻ. ഓച്ചിറയിൽ 4 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. ഇരുവിപുരം സ്വദേശി രാജേന്ദ്രനെയാണ് ഇരുവിപുരം പോലീസ് പിടികൂടിയത്. സംഭവത്തിനു ശേഷം നാട്ടുകാർ വീട് വളഞ്ഞ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മത്സ്യബന്ധന മേഖലയിൽ ജോലി നോക്കുന്ന ഇയാളെ തിരക്കി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടെ ഓച്ചിറയിലെ ഒരു കടയിൽ ജോലി ചെയ്യുന്നു എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടാനായത്. കൊല്ലം കുണ്ടറയിൽ വർക്ക്ഷോപ്പിൽ മോഷണം. അറുമുറിക്കിടയ്ക്ക് സമീപം ഓൾഡ് ഫയർഫോഴ്സ് ജംഗ്ഷന് സ്ഥിതി ചെയ്യുന്ന നസീറിന്റെ ഉടമസ്ഥതയിലുള്ള 2 വീലർ വർക്ക്ഷോപ്പിലാണ് മോഷണം നടന്നത്. CCTV ക്യാമറയിൽ പതിയാതിരിക്കാൻ മോഷ്ടാവ് കുടചൂടിയാണ് മോഷണം നടത്തിയത്. മുൻപ് പലതവണ കടയിൽ മോഷണം നടത്തിയിട്ടുണ്ട്. മോഷണം പോയ ബാറ്ററിയും മറ്റ് എഞ്ചിന്റെ ഭാഗങ്ങളുമൊക്കെ സ്വന്തം കാശുകൊണ്ട് വാങ്ങി കൊടുക്കേണ്ട അവസ്ഥയിലാണെന്ന് നസാർ പറഞ്ഞു. മോഷ്ടാക്കളെ എത്രയും വേഗം പിടികൂടി തക്കതായ ശിക്ഷ നൽകണമെന്ന ഉടമയുടെ ആവശ്യം. കൊല്ലം കൊട്ടിയത്ത് അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച വ്യാജ സിഗരറ്റുമായി 2 പേർ പിടിയിൽ. ഉമയനല്ലൂർ സ്വദേശി സുധീർ, ഇരവിപുരം സ്വദേശി നൌഷാദ് എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. സിഗരറ്റ് കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട്. വിപണിയിൽ 5 ലക്ഷം രൂപ വില വരുന്ന സിഗരറ്റുകളാണ് പിടികൂടിയത്. ITC കമ്പനിയുടെ വ്യാജ ലേബലിൽ തയ്യാറാക്കിയ ഈ പാക്കറ്റുകളിൽ സിഗരറ്റുകൾ നിറച്ചാണ് കബോഡിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ITC കമ്പനി അധികൃതർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിഗരറ്റുകൾ പിടികൂടിയത്. കൊല്ലം കൊട്ടിയത്ത് മദ്യപിച്ച് പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. മുഖത്തല പാറപ്പുറം സ്വദേശി ആരോമലാണ് പിടിയിലായത്. തഴുത്തല PK ജംഗ്ഷന് സമീപം ട്യൂഷൻ കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥിയെ മദ്യലഹരിയിലായിരുന്ന പ്രതി തടഞ്ഞു നിർത്തുകയും കടന്നുപിടിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പെൺകുട്ടിയുടെ നിലവിളി കേട്ട സ്ഥലത്തെത്തിയ നാട്ടുകാർ കൊട്ടിയം പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പ്രതിയെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ ചെറുപുഴയിൽ പെയിന്റിംഗ് തൊഴിലാളി കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ചു. ചെറുപുഴ പെയിന്റ്സ് മിനി ക്യാമ്പസിന് സമീപം താമസിക്കുന്ന ഷാഹുൽ ഹമീദ് ആണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി ഫയർഫോഴ്സ്. സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസർ അഭിലാഷ് KR ആണ് 3ാം ഘട്ട ഡ്യൂട്ടിക്ക് നേതൃത്വം നൽകുന്നത്. ഈ മാസം 8-ാം തീയതി പുതിയ സംഘം ചുമതലയിട്ടു. പ്രാഥമിക അഗ്നിസുരക്ഷയാണ് ലക്ഷ്യമെങ്കിലും കുഴഞ്ഞു വീഴുന്ന തീർത്ഥാടകരെ ആശുപത്രികളിൽ എത്തിക്കുന്നതുൾപ്പെടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയുടെ സജീവ പങ്കാളിത്തമുണ്ടാകും.
പുല്ലുമേട് വഴിയുള്ള വനപാതയിൽ കുടുങ്ങിപ്പോകുന്ന തീർത്ഥാടകരെയും രക്ഷാപ്രവർത്തകർ സുരക്ഷിതമായി സന്നിധാനത്ത് എത്തിക്കുന്നുണ്ട്. മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഇതുവരെ 220ഓളം കേസുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. യാതൊരു പ്രശ്നവുമില്ലാതെ ഈ തീർത്ഥാടന കാലം ഭംഗിയായി പര്യവസാനിപ്പിക്കുന്നതിന് ഫയർഫോഴ്സ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുമെന്നും സ്പെഷ്യൽ ഓഫീസർ അഭിലാഷ് പറഞ്ഞു. സന്നിധാനത്തും പരിസര പ്രദേശത്തും അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രാഥമികമായ ഞങ്ങളുടെ ദൗത്യം. തീപിടുത്തം മാത്രമല്ല, മറ്റു തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ കൊഴിഞ്ഞു വീഴുക, അല്ലാതെയുള്ള ചെറിയ ചെറിയ ഏത് പ്രശ്നങ്ങളും, നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് പ്രശ്നങ്ങളിലും ഇടപെട്ട് അവിടെ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടി നമ്മൾ നിർവഹിച്ചു വരികയാണ്. ആയതുപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരുന്നതായിരിക്കും. അതുകൂടാതെ പല സ്ഥലങ്ങളിലും സെക്യൂരിറ്റി ചെക്കിങ്ങും ഫയർ സേഫ്റ്റി ഓഡിറ്റും ഞങ്ങൾ ചെയ്യുന്നതാണ്. അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സ്ഥാപനങ്ങളുടെ അധികൃതർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് അത്തരം സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പരമാവധി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ മണ്ഡല മാരുവിളക്ക് തീർത്ഥാടന കാലം ഭംഗിയായി പോകുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഫയർ സർവീസിന്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ തീർത്ഥാടനം ആരംഭിച്ചത് മുതൽ നാളെ ഇതുവരെ ഇപ്പോൾ 215ഓളം കേസുകൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 200-നടുത്ത് സ്ട്രെച്ചർ കോളുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ആളുകൾ കൊഴിഞ്ഞു വീണ് ആവശ്യനിലയിലായ ആളുകളെ ഞങ്ങൾ സ്ട്രെച്ചറിലെടുത്ത് ആശുപത്രി എത്തിച്ച് വരുന്നുണ്ട്. കൂടാതെ പുല്ലുമെട്ടിൽ നിന്നും സന്നിധാനത്തേക്ക് വരുന്ന വഴിയിൽ കാട്ടിൽ കുടുങ്ങി പോകുന്ന ആളുകളെ നമ്മൾ സ്ട്രെച്ചറിലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സേഫാക്കി ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ 9 പോയിന്റുകളാണ് ഞങ്ങൾ ആളുകളെ വിന്യസിച്ചിരിക്കുന്നത്. മുരക്കൂട്ടം മുതൽ പാണ്ടിത്താളം വരെയുള്ള സ്ഥലങ്ങളിൽ 9 പോയിന്റുകളിൽ ഞങ്ങളുടെ ജീവനക്കാരെ ഞങ്ങൾ വിന്യസിച്ചിരിക്കുകയാണ്. വയർലെസ് വോക്കി ടോക്കിയും മൊബൈൽ ഫോൺ സംവിധാനത്തിലൂടെയും അടിയന്തര കാര്യങ്ങൾ അപ്പോൾ തന്നെ അറിയിച്ച് ഞങ്ങൾ പ്രവർത്തനം ഏകോപിപ്പിച്ച്